ന്യൂയോർക്ക് മേയറായിട്ട് സൊഹ്റാൻ മംദാനി വന്നു. ഇതാണ് ഇപ്പോൾ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. 33-34 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അറബ് ലോകങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലോകം ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ വരുംകാല പ്രസിഡന്റാണ് മംദാനി. സംഭവിക്കുമോ? നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ ഭരണഘടനയിൽ അമേരിക്കയിൽ ജനിച്ച ആളായിരിക്കണം യു എസ് പ്രസിഡന്റ് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യവസ്ഥ സാധാരണഗതിയിൽ അതിൻ്റെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുമ്പോൾ ആരും ഇങ്ങനെ എഴുതി വെക്കുകയൊന്നുമില്ലല്ലോ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. ഈ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവില്ലായിരുന്നു. അപ്പോൾ ഇത് 1976 ജൂലൈയിൽ ഈ ഭരണഘടനയൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ കിട്ടിയ ഒരു കത്ത് ആണ് ഇതിന് അടിസ്ഥാനമായത്. 1787 ജൂലൈയിൽ ഉള്ളൊരു കത്ത്. 1892 ശേഷം വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ഈ മംദാനി. 1892 ശേഷം, എത്രയോ കാലത്തിന് ശേഷം അല്ലേ ചെറുപ്പക്കാരനായ മേയർ. അതൊക്കെ ചരിത്രമൊക്കെ തന്നെ. അപ്പോൾ ഭരണഘടനയുടെ, അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11 അല്ലേ, വകുപ്പ് 11 സെക്ഷൻ 1 ക്ലോസ് 5, അതായത് വകുപ്പ് 11 സെക്ഷൻ 1 വ്യവസ്ഥ 5 ഇതാണ് പറയുന്നത്. ആ വ്യവസ്ഥ, ഇവിടെ ജനിച്ച പൗരൻ അഥവാ ഭരണഘടന പാസ്സാക്കുമ്പോൾ പൗരനായിരുന്ന ആൾക്ക് മാത്രം ആയിരിക്കും പ്രസിഡന്റാകാൻ യോഗ്യത. ഭരണഘടന പാസ്സാക്കുന്ന ആൾക്ക്, കാലത്ത് അവിടെ പൗരനായിരുന്ന ആള്, അത് ആ കാലത്ത് എഴുതി വെച്ചാണ്, ഇപ്പം അത് പ്രസക്തല്ല. പക്ഷെ ഭരണഘടന ഇവിടെ ജനിച്ച പൗരൻ അഥവാ ഭരണഘടന പാസ്സാക്കുമ്പോൾ പൗരനായിരുന്ന ആൾക്ക് മാത്രം ആണ് പ്രസിഡന്റാകാൻ യോഗ്യത. 35 വയസ്സായിരിക്കണം. അത് മംദാനിക്കായിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ആലോചിക്കണ്ടല്ലോ. പക്ഷെ അവിടെ ജനിച്ച ആളല്ല, അതുകൊണ്ടാവില്ല. അമേരിക്കയിൽ 14 വർഷം താമസക്കാരനായിരിക്കണം. അങ്ങനെയുണ്ട് വ്യവസ്ഥ. അത് മംദാനി ആണല്ലോ. അതെ. പക്ഷെ പൗരത്വം കിട്ടിയത് 2018 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നാച്ചുറൽ ബോൺ സിറ്റിസൺ, ഇതാണ് ഇംഗ്ലീഷിലെ പ്രയോഗം. നാച്ചുറൽ ബോൺ സിറ്റിസൺ, അവിടെ തന്നെ ജനിച്ച ആളായിരിക്കണം എന്നുള്ളത്. നാച്ചുറൽ സിറ്റിസൺ എന്ന് മാത്രമല്ല, ബോൺ എന്നുള്ളത് വന്നു. ആദ്യ കരടുകളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഭരണഘടനയുടെ. 1787 ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. ഭരണഘടനാ കൺവെൻഷൻ എന്ന് പറയാം. 1787 ജൂലൈ 25 ജോൺ ജെ പിന്നീട് അമേരിക്കയിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആള്, നിയമ പണ്ഡിതൻ ജോർജ് വാഷിങ്ടൺ ആണല്ലോ അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ്. അതെ, അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നെ നഗരമൊക്കെ ഉണ്ടായത്. ജോർജ് വാഷിങ്ടണിന് ഈ നിയമ പണ്ഡിതനായ ജോൺ ജെ, പിന്നീട് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയ ആൾ, അദ്ദേഹം ഒരു കത്തെഴുതുന്നു. വാഷിങ്ടൺ അന്നത്തെ ഭരണഘടനാ കൺവെൻഷനിൽ അധ്യക്ഷനാണ്, അതിൻ്റെ പ്രസിഡന്റാണ് ഭരണഘടനാ കൺവെൻഷൻ്റെ. അപ്പോൾ ആ കത്തിൽ ജോൺ ജെ വാഷിങ്ടൺ എഴുതിയ കത്തിലാണ് പറഞ്ഞിരുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്രസിഡന്റ് വിദേശത്ത് ജനിച്ച ആളുകൾ നമ്മളിവിടെ പ്രസിഡന്റ് ആക്കരുത്. അതുപോലെ പട്ടാള മേധാവിയും വിദേശത്ത് ജനിച്ച ഒരാൾ ആകരുത് ഇവിടെ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് കത്തെഴുതി. ആ കത്താണ് വഴിത്തിരിവാകുന്നത്. വലിയ നേട്ടമാണല്ലോ അതല്ലേ? അതെ. വിദേശത്ത് ജനിച്ച ആളാണല്ലോ മംദാനി. അതെ. അപ്പോൾ വിദേശത്ത് ജനിച്ച ആള് ആകരുതെന്ന് അന്ന് തന്നെ ജോൺ ജെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമ്മിറ്റി ഓഫ് ഡീറ്റെയിൽ ചേർന്നു. നമ്മളിവിടെ ഭരണഘടനാ സമിതി എന്നൊക്കെ പറയില്ലേ, അന്ന് ആദ്യം ഉണ്ടാക്കുന്ന അവിടെ ഭരണഘടന സൃഷ്ടിക്കാനുള്ള കമ്മിറ്റി ഓഫ് ഡീറ്റെയിൽ ചേർന്നു.
അപ്പോൾ അന്ന് കരടിൽ എഴുതി വെച്ചിരുന്നത് പൗരൻ ആയിരിക്കണം, അമേരിക്കയിൽ 21 വർഷം അവിടെ താമസിച്ചിരിക്കണം എന്നാണ് ആദ്യം എഴുതി വെച്ചിരുന്നത്. പിന്നെ അത് തിരുത്തുകയാണ്, വെറും പൗരൻ എന്നുള്ളത് പോരാ, സിറ്റിസൺ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമേരിക്കൻ സിറ്റിസൺ. അത് തിരുത്തുകയാണ്, നാച്ചുറൽ ബോൺ എന്ന് സിറ്റിസണ് മുമ്പ് ചേർക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു. 21 വർഷം താമസിച്ചിരിക്കണം എന്നുള്ളത് 14 എന്നാക്കി ചുരുക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചരിത്രത്തിലില്ല. എന്തുകൊണ്ട് 14ആയിട്ട് ചുരുക്കി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിനൊക്കെ വിരുദ്ധമാണ് മംദാനിയുടെ ജീവിതം. മംദാനി യുഗാണ്ടയിലെ കമ്പാലയിലാണ് ജനിച്ചത്. മഹ്മൂദ് മംദാനിയുടെ മകൻ, വലിയ അക്കാഡമിഷ്യനാണ് മഹ്മൂദ് മംദാനി, പ്രൊഫസർ. അപ്പോൾ മൺസൂൺ വെഡ്ഡിങ്, ദ നെയിം സേക്ക് ഇല്ലേ, സ്ലം ഡോഗ് മില്യനെയർ ഇല്ലേ, ഇതൊക്കെ സംവിധാനം ചെയ്ത ആളാണ് മീര നായർ. അവരുടെ മകനാണ്. 2018 മംദാനിക്ക് പൗരത്വം കിട്ടുന്നത്. അപ്പോൾ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആയി, നാച്ചുറൽ ബോൺ അല്ല. അതാണ് പ്രശ്നം. അപ്പോൾ അമേരിക്കൻ ഭരണഘടന ഭേദഗതി ചെയ്യണം. മംദാനി പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നടക്കുമോ? നടക്കില്ല. ട്രംപ് ഭേദഗതി ചെയ്യുമോ ഇയാൾക്ക് വേണ്ടി? ഇനി വരുന്ന അവിടുത്തെ പ്രസിഡന്റും അവിടെ ജനിച്ച ആളായിരിക്കുമല്ലോ, അതല്ലേ നിയമം. പക്ഷെ എന്തറിഞ്ഞിട്ട് അവന് ഈ മുസ്ലിം നേതൃത്വത്തിലുള്ള കുറെ ആളുകൾ ഇങ്ങനെ ഗോഗോ വിളിയായിട്ടൊക്കെ വരുന്നത്? അത് പല ആളുകൾക്കും പല വിവരവും ഇല്ലാത്തതുകൊണ്ടല്ലേ. ഉദാഹരണത്തിന് ഈ രാഹുൽ ഗാന്ധി പോഴത്തൊക്കെ പറയുമ്പോൾ ഇവിടെ മനോരമ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇന്ന് മനോരമ കുറച്ച് ഭേദമായിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളില്ലേ, ആ ചട്ടങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കും മനസ്സിലാവും ഇവൻ വെറുതെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകളെ പറ്റിയല്ലേ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകളെ പറ്റി ജനപ്രാതിനിധ്യ നിയമം, മറ്റേ ഇലക്ഷൻ കമ്മീഷൻ ചട്ടങ്ങളിലൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പ്രസക്തിയില്ല. സ്ഥാനാർത്ഥിക്ക്, ആ എതിർ സ്ഥാനാർത്ഥി അത് കാണിച്ചു ഇത് കാണിച്ചു, അയാൾ മതപരമായിട്ട് അത് നടത്തി, അയാളുടെ റദ്ദാക്കണം, എന്നെ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കണം ഇല്ലേ, അതെ എന്നൊക്കെ പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഹർജി കൊടുക്കാം. അതും സ്ഥാനാർത്ഥി കൊടുക്കണം. ഇതാ നിയമം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേറെ ഒന്നും പിന്നെ നടക്കില്ല. പിന്നെ ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇയാൾ പിന്നെ അണ്ടർ ഓത്ത് കൊടുക്കണം എന്നുണ്ട്. നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കൊണ്ടുപോയി പരാതി കൊടുക്കണമല്ലോ. ഇയാളിത് ചെയ്യുന്നില്ലല്ലോ. അണ്ടർ ഓത്ത് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. എന്തിനാന്നറിയോ? കള്ളത്തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിടിക്കപ്പെടും, പെട്ടുപോകും. അതുകൊണ്ട് ഇയാളെ ഇലക്ഷൻ കമ്മീഷനിൽ പോയി ഇതൊന്നും പറയുന്നില്ല, റിട്ടേൺ ആയിട്ടൊന്നും കൊടുക്കുകയില്ല. ഇനി കൊടുത്താൽ തന്നെ അത് അപ്പം തന്നെ തള്ളിക്കളയും. ഞാൻ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അതെ സിനുജി, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ പരാതിപ്പെടാം. ആക്ഷേപം ഉണ്ടെങ്കിൽ തിരുത്തും അല്ലേ? ഏജന്റുമാർക്ക് പരാതിപ്പെടാം, തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അതിന് അവസാന മറ്റേ കരടൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ 30 ദിവസത്തിനകം കൊടുക്കണം ഇല്ലേ? അതെ, 30 ദിവസത്തിനകം, 45 ദിവസത്തിനകം സമയപരിധിയുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിലെ ഒരു കേസ് തന്നെ കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിന് കാലപരിധി ഇല്ലേ? ഇല്ലേ? ക്രിമിനൽ കേസ് അല്ലാത്തതിനൊക്കെ കാലപരിധി ഇല്ലേ? ക്രിമിനൽ കേസ് ആയാൽ അതിന് കാലപരിധി ഇല്ല, കൊണ്ടുപോയി കൊടുക്കാം. അല്ലാത്തതിനൊക്കെ കാലപരിധി ഉണ്ട്. അപ്പൊ ഇയാൾ കൊണ്ടുപോയി ഇപ്പൊ എന്ത് പരാതി കൊടുത്താലും അത് അപ്പം തന്നെ ചവിറ്റുകൊട്ടയിലിടാം. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ. അതിനു മുമ്പ് പറയാനുള്ള അവസരത്തിലൊന്നും മേലണങ്ങി പണിതിട്ടില്ലല്ലോ കോൺഗ്രസ്സുകാര്. ഇല്ല. പിന്നെ ഈ പറയുന്നത് ചിത്രം മാറിപ്പോയി എന്നൊക്കെ ഉള്ളത്, അവരുടെ കയ്യിൽ വോട്ടർ ഐഡന്റിറ്റി കാർഡൊക്കെ ഇല്ലേ, അതനുസരിച്ചിട്ടല്ലേ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ ഈ നിയമം എന്താണെന്നുള്ളത് അന്വേഷിക്കാതെ ആവേശം കൊണ്ട് അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇയാളതാകുന്നൊക്കെ പറഞ്ഞിട്ട് മംദാനി പ്രസിഡന്റ് ആകുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. MP ആകാം അല്ലേ, സെനറ്റിലൊക്കെ എത്താം, പിന്നെ മോദിക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം.
ഇല്ലേ? ഇതല്ലാതെ പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. ഒരു കാലത്തും പ്രസിഡന്റ് ആകുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. വൈസ് പ്രസിഡന്റ് പോലും ആകാൻ സാധ്യത ഇല്ല. അപ്പോൾ 2024 ഈ മേയർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ 1% പോലും പോപ്പുലർ ആയിരുന്നില്ല മംദാനി. വരത്തൻ എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പണം ഉണ്ടായിരുന്നില്ല, ആരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കുവോമോ, ഈ തോൽപ്പിച്ച ആളുകൾ അല്ലേ, കർട്ടിസ് സ്ലിവ, അവരൊക്കെ വൻ തോക്കുകളായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് താഴെ തട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ജൂതന്മാരുടെ സപ്പോർട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപാട് ജൂതന്മാരുള്ള സ്ഥലമാണ് ന്യൂയോർക്ക്. അപ്പോൾ അവർക്കെതിരെ എന്തോ ഒരു കൺസോൾട്ടേഷനൊക്കെ വന്നിട്ടുണ്ടാകും. എന്നിട്ട് ഇയാളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായിട്ട് തുടരും, ലെഡ് ബൈ ആൻ ഇമിഗ്രന്റ് എന്നാണ് പറയുന്നത്. ഒരു കുടിയേറ്റക്കാരൻ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ഒക്കെ ഇല്ലേ? ഇത് കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള കുടിയേറ്റക്കാരൻ്റെ ഒരു നഗരമായി തുടരുന്നതാണ്. ലെഡ് ബൈ ആൻ ഇമിഗ്രന്റ്, കുടിയേറ്റക്കാരൻ നയിക്കുന്ന കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും. ഈ വക നമുക്ക് വർത്തമാനമൊക്കെ പറയാം, പക്ഷെ മറ്റേ വെള്ളമില്ലേ, അത് വാങ്ങി വെച്ചാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.